ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ബലഹീനനും പാപിയുമായ എനിക്ക് ഇവിടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം തന്നു. ആ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിക്കാൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശവാക്യങ്ങൾ 22:6. ഈ വാക്യം സത്യത്തിൽ ഞാൻ പറയാൻ വേണ്ടി ഒരുങ്ങി വന്നതല്ല. ഈ വാക്യം ഞാൻ ജസ്റ്റ് ആമുഖമായി സൂചിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് അത് പറയണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. ഈ വാക്യം ഒന്ന് വായിച്ച് പറയണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഓപ്പണിംഗ് സെറമണിയൊക്കെ നടന്നു. സത്യത്തിൽ എനിക്ക് ഭാഗ്യവശാൽ എനിക്ക് അതിന് സംബന്ധിക്കുവാൻ സാധിച്ചു. കുഞ്ഞുങ്ങൾ വളരെയേറെ അറിവുകളിലൂടെ പകർന്നു നൽകുകയും അതൊക്കെ ഒന്ന് ചകഞ്ഞു പോകുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്തു. ചെറിയ കൂട്ടമായിരുന്നെങ്കിലും വലിയൊരു അനുഭവമായിരുന്നു നമുക്കത് പകർന്നു തന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇത് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എനിക്ക് വളരെയേറെ വേദന നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളെ എപ്പോൾ ചെന്നാലും നാട്ടിൽ ചെന്നാലും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിന്റെ മകൻ 18 വയസ്സേ ഉള്ളൂ. ആ മകൻ ഈ ലോകത്തോട് യാത്ര പോയി, ജീവിതം അവസാനിപ്പിച്ച് യാത്ര പോയി. മദ്ബഹായി കയറുന്ന മകനായിരുന്നു. സെൻട്രൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. 18 വയസ്സ് കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയറോ മറ്റോ ആണ് പഠിക്കുന്നത്. സഭയുടെ കോളേജിൽ തന്നെ പഠിക്കുന്നു. നല്ല സുമുഖനും നല്ല ആരോഗ്യവാനുമായൊരു ചെറുപ്പക്കാരൻ. അവന്റെ പിതാവ് 42-43 വയസ്സേ കാണത്തുള്ളൂ. എപ്പം ചെന്നാലും ഞങ്ങളെ കൊണ്ടുവരികയും ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു അവന് കോളേജിൽ അഡ്മിഷന് വേണ്ടി നോക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതെനിക്ക് വളരെയേറെ സങ്കടം ഉണ്ടായി. ആ മകന്റെ മുഖത്ത് നോക്കി മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവായി. എന്താണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത്? സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്. അനേകം കുഞ്ഞുങ്ങള് അതിൽ നിന്ന് നല്ല പാഠങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന് കാരണമായി തീർന്നതും റോബർട്ട് റൈക്സ് എന്ന മനുഷ്യന് ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. വളരെയേറെ കുറ്റവാളികളായിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിലെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റോബർട്ട് റൈക്സ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടി നാന്ദി കുറിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ഒരു ശ്രമം, അദ്ദേഹത്തിന്റെ ഒരു ആലോചന ഉണ്ടാകുന്നത്. 1735 ജനിച്ച അദ്ദേഹം അന്ന് ഞാൻ ഈ കഥ മനസ്സിലാക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ. അതിനുശേഷം അന്നത്തെ കുട്ടികള് ആ ചേരികളില്, ഇംഗ്ലണ്ടിലെ ചേരികളില് അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അദ്ദേഹത്തിന്റെ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങള് ഫാക്ടറി വൽക്കരണത്തിന്റെ ഭാഗമായിട്ട്, വ്യവസായികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഫാക്ടറികളിലും മറ്റും ജോലി എടുക്കുന്നവരായിരുന്നു കുഞ്ഞുങ്ങൾ. അന്ന് വലിയ വിദ്യാഭ്യാസമൊന്നും അവിടെ നൽകുന്നതായിട്ട് പറയുന്നില്ല. പക്ഷെ അവർക്ക് പണം ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ നിന്നും അവര് സാമൂഹ്യ വിരുദ്ധരായി അനേകരും മാറുന്നു, കുറ്റവാളികളായി അനേകരും മാറുന്നു, അനേകര് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു, തൂക്കുകയറ് പോലും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന കുഞ്ഞുങ്ങൾ അന്നുണ്ടായി എന്നാണ് പറയുന്നത്. ഈ മനുഷ്യനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ആലോചിച്ചപ്പോ കുഞ്ഞുങ്ങൾ കുറ്റവാളി ആയതിനു ശേഷം ജയിലിൽ പോയി അവരെ ഉപദേശിക്കുക എന്നുള്ളത് അതൊരു പരിഹാര മാർഗമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ അതിന് കുറ്റവാളി ആകുന്നതിന് മുമ്പ് തന്നെ അവരെ ഒന്ന് തിരുത്തിയെടുക്കാം എന്നുള്ള ചിന്തയോടുകൂടിയാണ്
ഈ ആലോചന മുന്നോട്ട് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു 1780 ജൂലൈയിലാണെന്ന് തോന്നുന്നു സൺഡേ സ്കൂളിന്റെ ഈ ഇന്നത്തെ ഫോമിലല്ല, അന്നും ഇതുപോലെ ഒരു വീടില് ഒരു മെരിഡത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടില് സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. 6 ദിവസം ജോലി ചെയ്ത് 7ാമത്തെ ദിവസം ഞായറാഴ്ചയാകുമ്പോൾ ലീവ് എന്നുള്ള നിലയ്ക്ക് അതിനേക്കാൾ കൂടുതൽ കുട്ടികളെ സംഘടിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം ഞായറാഴ്ച അദ്ദേഹം തെരഞ്ഞെടുത്തു. അങ്ങനെ കുറച്ചുനാള് അദ്ദേഹം പല വീടുകളിലും ഒക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചു. 2 വർഷത്തിന് ഘോഷ് എന്ന് പറയുന്ന വീണ്ടും സ്കൂളുകളൊക്കെ ഇങ്ങനെ ആരംഭിച്ചു. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അതിന് പ്രചാരം നൽകത്തക്ക പോലെ ശ്രമിക്കുകയും ചെയ്തു. ഇത് കണ്ട് സഭയിലെ നേതൃത്വങ്ങളൊക്കെ അസൂയ കൊണ്ടുവന്നാണ് പറയുന്നത്. ആളുകൾ ഇനി പള്ളിയിലോട്ട് വരാതെ വീടുകളിൽ തന്നെ കഴിഞ്ഞ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ആയി പോകുമോ എന്നുള്ളൊരു ഭയമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സഭകളെയൊക്കെ നിയന്ത്രിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തുടങ്ങിയതുപോലെ തന്നെ പള്ളിയിൽ തന്നെ ഞായറാഴ്ചകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ തുടങ്ങി. അത് വളരെ വേഗം അതങ്ങ് പുഷ്ടി പ്രാപിച്ചു എന്ന് വേണം കരുതുവാൻ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ പത്രമാധ്യമങ്ങളിലൂടെ ലോകം മൊത്തം പ്രചരിക്കുവാനൊക്കെ തുടങ്ങി. അമേരിക്കയിലൊക്കെ വീണ്ടും ഇതിനെ പിന്തുടർന്നുകൊണ്ട് അവർ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നു. 1830 എനിക്ക് തോന്നുന്നു പ്രചാരത്തിലാവുന്ന സൺഡേ സ്കൂൾ. ഞാനിത് കേട്ടറിവാണ്, എനിക്ക് ആഴത്തിലുള്ളൊരു അറിവല്ല. അറിവുള്ള സഞ്ചാരി പോലുള്ളവരൊക്കെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം. 1831 കാലഘട്ടത്തോടുകൂടി ഇത് പ്രചാരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് അദ്ദേഹം 1-2 വർഷങ്ങൾക്ക് ശേഷം ഒരു വിലയിരുത്തൽ നടത്തിയപ്പോൾ ഈ സൺഡേ സ്കൂളിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ കുറ്റകൃത്യങ്ങളൊക്കെ ഒത്തിരി കുറയുന്നതായി, താഴ്ന്നു വരുന്നതായി കാണപ്പെട്ടു. വചനത്തിലൂടെ ആദ്യം അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം അതിനെ വായിക്കുവാൻ പഠിപ്പിച്ചു. ബൈബിള് പഠനമായ പുസ്തകം എന്ന് പറയുന്ന ബൈബിളായിരുന്നു. അവരെ വായിക്കുവാൻ പഠിപ്പിച്ചു. അതിനുശേഷം മുന്നോട്ട് ബൈബിളിന്റെ കാര്യങ്ങളിലേക്കൊക്കെ അവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വലിയൊരു ചിന്തയാണ് ഈ ഇന്ന് ലോകം മുഴുവനും സൺഡേ സ്കൂള് ഇത്രത്തോളം വ്യാപരിക്കുവാൻ കാരണം. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളൊക്കെ വളരെ കൃത്യമായി ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് ആഴത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു ചിന്ത ഈ സംഭവങ്ങളിലൂടെയും ഒക്കെ. ഈ സംഭവം മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ ആഴ്ച വേറൊരു സംഭവം കൂടെ എനിക്ക് എന്റെ സഹോദരിയുടെ അടുത്ത് താമസിക്കുന്ന മാതാപിതാക്കൾക്കും ഇതുപോലൊരു മകളെ നഷ്ടപ്പെട്ടു. മുളക്കഴ പ്രദേശത്ത് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, ബികോം കഴിഞ്ഞ അവസ്ഥയിൽ. ഇതേ ഡേയും ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചു. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസം, ആഴത്തിലുള്ള വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ അത്രത്തോളം മനസ്സിലാക്കുന്നില്ല. ഇത് സഭയായും അതുപോലെ തന്നെ സമൂഹമായും ഒക്കെ ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ന് വളരെയേറെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ തകർന്നു പോകുന്നവരായി മാറുന്നു. വിശ്വാസത്തിലുള്ള ഉറപ്പ് അവർക്ക് ലഭിക്കുന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ഇതിന് ശേഷം ഒന്നുമില്ല, എല്ലാം പൂർത്തിയാകുന്നു. അവർക്ക് അതിനപ്പുറം ഒരു ജീവിതമോ അതിനപ്പുറമുള്ള ഒരു വിശ്വാസത്തെ പറ്റി അവർക്ക് അറിയുന്നില്ല. എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങള് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളുകളിലൊക്കെ വിടുവാൻ മടിയുള്ള അനേകരെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പല സന്ദർഭത്തിലും സൺഡേ സ്കൂള് ഒഴിവാക്കിയിട്ട് മറ്റ് പരിപാടിയിലേക്കൊക്കെ വിടും. സത്യത്തില് അവൻ അല്പമെങ്കിലും പഠിക്കുവാൻ സാധിക്കുന്നത് സൺഡേ സ്കൂളിൽ അവൻ അറിയാതെ തന്നെ അവന്റെ ജീവിതത്തിലേക്ക് കുറെ കാര്യങ്ങളെ പകർന്നു കൊടുക്കുവാൻ തക്കോണം സൺഡേ സ്കൂളിൽ വരുന്നതുകൊണ്ട് കഴിയും. ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും അവന്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഇരിക്കുവാൻ തക്കൊണ്ട് കഴിയും. തീർച്ചയായും സൺഡേ സ്കൂളിൽ വിടുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല, തീർച്ചയായും അത് ലാഭം തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു അവരെ എത്രമാത്രം
നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. എത്രമാത്രം ദൈവത്തിൽ അവരെ വിശ്വാസത്തോടുകൂടി വളർത്തുവാൻ നമുക്ക് സാധിക്കും. ഈ കാലഘട്ടത്തിൽ ഈ ചിന്തയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. പുതിയ പുതിയ ആശയങ്ങളും അവരെ കൊണ്ടുവരുവാൻ, അവരെ നമുക്ക് സൺഡേ സ്കൂളുകളിലേക്കും പള്ളികളിലേക്കും ഒക്കെ കൊണ്ടുവരുവാൻ ഇന്ന് ആള് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടിലൊക്കെ പള്ളിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, യുവാക്കളും കുഞ്ഞുങ്ങളും വളരെയേറെ കുറഞ്ഞു. പള്ളികളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വലിയ വലിയ പള്ളികളിൽ നേരത്തെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളില് പകുതി കുട്ടികൾ പോലും ഇന്നില്ല. പക്ഷെ അവരുണ്ട്, പക്ഷെ അവര് പള്ളിയിൽ വരുന്നില്ല. ഇന്ന് കുഞ്ഞുങ്ങള് ലോജിക്കുകളുടെ പുറകെയാ പോകുന്നത്. ലോജിക്കുകൾക്കൊക്കെ അപ്പുറമാണ് ദൈവിക വിശ്വാസം എന്നുള്ള കാര്യം അവരെ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അത്ഭുതങ്ങളൊക്കെ ലോജിക്കൾക്ക് അപ്പുറമാണ്. ദൈവം കാട്ടിയിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ തീർച്ചയായും ലോജിക്കുകൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ലോജിക്കുകൾ മാത്രം വിശ്വസിച്ചു പോകുന്ന അവസ്ഥ. ആ ലോജിക്കുകളിൽ നിന്നൊക്കെ മാറി ദൈവം അതിനപ്പുറമായി നമുക്ക് അത്ഭുതങ്ങളെ നടത്തിയിട്ടുള്ളവനാണ്. അപ്പോൾ വിശ്വാസത്തിലൂന്നി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തരും കഴിയണം. അതിന് കുഞ്ഞുങ്ങളെ നമുക്ക് പ്രേരിപ്പിക്കാം. ഈ നമ്മുടെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും നല്ല കുഞ്ഞുങ്ങളായി നല്ല ഭാവി ജീവിതം കെട്ടിപ്പടുക്കുന്ന സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും വ്യക്തികളായും നല്ല വ്യക്തിത്വങ്ങളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളിവിടെ പഠിക്കുന്ന പാഠങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തില് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും സുവർണ കാലഘട്ടം. നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടത്തില്ല. ഈ അവസരം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞു കൂടുന്ന അവസരം ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു അവസരം. നിങ്ങൾ പിന്നീട് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ അവസരത്തിലേക്ക് ഒന്ന് പോയാൽ. ഞങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇവിടുന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഉപകരിക്കും. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക. നമ്മൾ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ വേണം. പക്ഷെ നമ്മൾ ഇവിടുന്ന് പഠിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പഠിച്ചെടുക്കണം. അത് വലിയൊരു നിങ്ങളുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ എന്റെ ഒരു വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിട്ടയപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിട്ടയക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിട്ടയക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇവിടെ കാണുന്നത് ഒരു ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ വാക്യമാണ്. ഇതിനു മുമ്പായിട്ട് ഞാൻ അതിനോടനുബന്ധിച്ചൊരു ചെറിയ കഥ പറഞ്ഞോട്ടെ. ഒരു പള്ളിയില് ഒരു മനുഷ്യന് സുവിശേഷം, പോലെയൊക്കെ പള്ളിയില് ചെറിയ ചെറിയ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. അതായത് ഒരു ദിവസം മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഒരു സുവിശേഷ പ്രസംഗം നടത്തുവാൻ വേണ്ടി എണീറ്റു. ഇതുപോലെ ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അദ്ദേഹം ആമുഖമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം മുന്നോട്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ അങ്ങ് ബ്ലാങ്ക് ആയി പോകും. നമ്മൾ എത്ര പഠിച്ചിട്ട് വന്നാലും അല്ലെങ്കിൽ എത്ര ഓർത്തിട്ട് വന്നാലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങ് ബ്ലാങ്ക് ആയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഈ മനുഷ്യനങ്ങ് ബ്ലാങ്ക് ആയി പോയി. അദ്ദേഹം ആമുഖം കുറെ നീട്ടി. എന്നിട്ടും ആ പഠിച്ച കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അവസാനം അദ്ദേഹം ഒരു ചിന്ത അദ്ദേഹത്തിന്റെ തലയിലേക്ക് വന്നു. ശദ്രക് മേശക് അബേദ്നെഗോ തീച്ചൂളയിൽ കിടക്കുന്ന അവസ്ഥയിൽ, ആ തീയിൽ കിടക്കുന്ന ഒരു അവസ്ഥ, ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്നിട്ട് ഉരുകുന്ന ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ വന്നു. ഈ ചിന്ത അദ്ദേഹത്തിന് പെട്ടെന്ന് ക്ലിക്കായി. അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുവാൻ തക്കവണ്ണം ഒന്നും തയ്യാറെടുത്ത് വന്നതല്ല, അതിനെപ്പറ്റി സംസാരിക്കുവാൻ തുടങ്ങി. അതിന് ദൈവം അദ്ദേഹത്തിന് വചനങ്ങളെ കൊടുത്തു. അദ്ദേഹം അത് ശക്തമായി സുവിശേഷിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇത് കേൾക്കുവാൻ തക്കവണ്ണം ഒരു സ്ത്രീ അവിടെ കടന്നു വന്നിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരു തീച്ചൂളയിൽ കിടന്ന് വെന്ത് വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളുടെ വീട്ടില്
എന്നും കലാപത്തിന്റെ അന്തരീക്ഷത്തിലൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അദ്ദേഹത്തിന് അവളുടെ ഭർത്താവ് ഒരു ബോർമേ ജീവനക്കാരൻ. പള്ളിയിലും സുവിശേഷങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിൽ ഏറ്റവും എതിർപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു കാരണവശാലും വിടില്ല. പക്ഷെ ഇവക്ക് പള്ളിയിലൊക്കെ പോകണം, ആരാധനയിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഒരു ദിവസം വളരെ കൃത്യമായിട്ടും കട്ടായമായിട്ടും പറഞ്ഞു, നാളെ നീ പള്ളിയിൽ പോകാൻ പാടില്ല, പോയാൽ നിന്നെ ആ ബോർമയിലിട്ട് ചുട്ടുകളയും. ബോർമയിലിട്ട് ചുട്ടുകളയെന്ന് പറഞ്ഞാൽ അത് നിസ്സാരം. സംഭവിച്ച വേറൊരു കാര്യമുണ്ട്. നൈനാ സാഹനി എന്ന് പറയുന്ന ഒരു ഡൽഹിക്കാരി തന്തൂരി അടുപ്പിനകത്തിട്ട് ചുട്ട. ഞാൻ അതേ സമയത്ത് ഓർക്കാൻ കാര്യം, ഞാൻ ആ സമയത്ത് ഡൽഹിയിലുണ്ട്. അപ്പൊ ഇതെല്ലാ ദിവസവും ഇത് വായിക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ 25ാം വർഷവും അങ്ങനെ കണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം. സ്വന്തം ഭർത്താവ് തന്തൂരി അടുപ്പിനകത്തിട്ട് ചുട്ട് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയാളി പോലീസുകാരനാണ് ഇത് കണ്ടുപിടിക്കുന്നത്. എല്ലാ അവസ്ഥയിൽ നിന്നും മാറി അദ്ദേഹം മതിൽ ചാടി അകത്ത് കയറി. അദ്ദേഹത്തിന് തോന്നി അന്നേരം, അതുകൊണ്ട് അത് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അത് ഈ സ്ത്രീയെ അങ്ങനെ അയാള് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം സമയമായപ്പോ വേദ പഠന ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറായപ്പോ ഈ സ്ത്രീ രണ്ടും കൽപ്പിച്ച് പോകുവാൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ അന്നേരം അവിടെ ഇല്ലായിരുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിലാണ് ആ സ്ത്രീ വന്ന് പങ്കെടുത്തത്. വചനത്തിലേക്ക് ഈ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു വന്ന സ്ത്രീ ആ തീച്ചൂളയിൽ അകപ്പെട്ട ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്രഹോദിന്റെയും കഥ കേട്ട്, അല്ലെങ്കിൽ ആ വചനം കേട്ടിട്ട് അവളിലും ആ വചനം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം ഒരുക്കുന്ന വഴികൾ നോക്കി. ആ പ്രസംഗിക്കാൻ വന്ന മനുഷ്യൻ മറ്റൊരു വചനം പറയുവാൻ വേണ്ടി വന്നപ്പോൾ ദൈവം അവനിലൂടെ മറ്റൊരു വചനത്തിനെ കൊടുത്തു. ഈ സ്ത്രീ അവിടെ വന്ന് കേൾക്കുവാനും ഈ പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം തിരിച്ച വീട്ടിലേക്കുള്ള പോക്കാണ്. ഈ മനുഷ്യൻ അറിഞ്ഞു ഈ സ്ത്രീ പള്ളിയിൽ പോയി എന്നുള്ള കാര്യം മനസ്സിലായി. വാതിക്കൽ ഇങ്ങനെ കയ്യും പിടിച്ച് നിൽക്കുക, ഇവിടെ വരവും കാത്തു. അപ്പൊ ദൂരേന്ന് വരുന്നതേ കണ്ടു. അപ്പൊ ഈ സ്ത്രീക്ക് ആ കിട്ടിയ ഒരു ഊർജം, അല്ലെങ്കിൽ ആ ഒരു വചനം ശക്തമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ശദ്രക്കിന്റെയും മേശക്കിന്റെയും ദാനിയേലിന്റെയും ദൈവം എന്നെ കാത്തോളൂ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ആ സ്ത്രീ നേരെ അങ്ങ് കടന്നിരുന്നു. ഈ അടുത്ത് വരുന്നതോറും ഈ മനുഷ്യന്റെ ആ വൈൽഡ്നെസ് കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവള് വളരെ നേരെ വന്നു വാതിലിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ മനുഷ്യനെ തടയാനോ ഒന്നും തോന്നുന്നില്ല. ഇവിടെ അകത്തേക്ക് കടന്നുപോയി. ഈ മനുഷ്യൻ തടഞ്ഞില്ല. ആ കടന്ന വീട്ടിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യനും ഒന്നും പറയാൻ കഴിയുന്നില്ല. അവന് അത്രനേരം ശൗര്യത്തോടുകൂടി സിംഹത്തെ പോലെ നിന്നിരുന്ന മനുഷ്യന് ഒന്നും പറയാൻ കഴിയുന്നില്ല. അവന്റെ മനസ്സിലും ഒരു ബോധം, അല്ലെങ്കിൽ അവന്റെ മനസ്സിലും ഒരു ദൈവിക ശക്തി പ്രവർത്തിച്ചു എന്ന് വേണം പറയുന്നത്. അവനവളോട് സമാധാനമായിട്ട് ചോദിച്ചു, നീ അന്ന് ആരായിരുന്നു, ദൈവിക വചന സൂക്ഷ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചോദിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ചോദിച്ചു. ആ മനുഷ്യനും ദൈവത്തിന്റെ വലിയൊരു സുവിശേഷകനായി മാറി എന്നുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ വചനത്തിന് എത്രമാത്രം നമ്മളിലേക്ക് വിശ്വാസത്തിലൂടെ കടന്നു വരുവാൻ കഴിയും, വിശ്വാസം കൊണ്ട് കടന്നു വീഴാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചതാണ് ഞാൻ. നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിന്റെ സ്വർണ്ണ ബിംബത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവിടെയുള്ള ജനങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഈ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവിടുത്തെ ബാബേൽ സംസ്ഥാനത്തിന്റെ കാര്യവിചാരകന്മാരിൽ പ്രധാനികളായ ആളുകളായി. ദാനിയേലിലൂടെ ലഭിച്ച ജോലിയാണെന്നാ പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം ആ സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി എല്ലാവരോടും കാഹളം ഊതുമ്പോൾ, അതായത് എല്ലാ താളമേളങ്ങളും ഒന്നിച്ച് ഉരുവിടുമ്പോൾ എല്ലാവരും അതിനെ താണു വണങ്ങണം എന്നുള്ള കാര്യമാണ്. അപ്പൊ അവിടുത്തെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവിന്റെ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കൽദേരായ രണ്ടോ മൂന്നോ പേര് ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇങ്ങനെ കാഹളം ഊതുമ്പോൾ അല്ലെങ്കിൽ ഈ വാദ്യോപകരണങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും വന്ദിക്കണമെന്ന് പറഞ്ഞു.
യഹൂദരായ 2-3 പേര് നിന്റെ ബാബേൽ സംസ്ഥാനത്ത് നീ കാര്യവിചാരകന്മാരായിട്ടുള്ളവര് അതിനെ വന്ദിക്കുവാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അവരെ വിളിപ്പിക്കുകയാണ്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് വന്ദിക്കുന്നില്ല? അപ്പൊ അവര് പറയുന്നതാണ് ഞങ്ങൾ. അപ്പൊ പറഞ്ഞു, നിങ്ങള് വന്നിച്ചില്ല എങ്കിൽ അടുത്തത് നടപടി എന്ന് പറയുന്നത് തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥയാണ്. നിങ്ങളെ തീച്ചൂളയിലേക്ക് എറിയപ്പെടും. അപ്പൊ പറയുന്ന വാക്യങ്ങളാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. എത്ര വിശ്വാസകരമായ വാക്കുകളാണ്. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ പോലും പലപ്പോഴും ദൈവത്തെ നമ്മൾ തള്ളിപ്പറയുന്നവരായി മാറുമ്പോൾ, തന്റെ ജീവൻ പോലും പോകും, തീച്ചൂളയിലിട്ട് കരിച്ചു കളയുമെന്ന് പറയുമ്പോഴും എന്റെ ദൈവം എന്നെ താങ്ങിക്കൊള്ളുമെന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ് അതാണ്. ഇന്ന് ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പള്ളികളിലും ആരാധനാ സ്ഥലങ്ങളിലും എല്ലാം നമ്മൾ പോകാറുണ്ട്. പക്ഷെ നമ്മൾ വിശ്വാസത്തിന് ആഴമായ ഒരു ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു. ഇത്രയൊന്നും സന്ദർഭം വേണ്ട. ചെറിയൊരു കാര്യത്തിന് പോലും നിനക്ക് ഇന്നത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ 100% തള്ളി പറഞ്ഞിട്ട് അതിനൊപ്പം പോകുന്ന അവസ്ഥ ഉണ്ടാകും. 99% ആളുകളും അങ്ങനെ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അങ്ങനെ തന്നെയായിരിക്കും എന്റെ വിശ്വാസം. പക്ഷെ അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി. ഏറ്റവും കൂടിയ മല്ലന്മാരായ, ഏറ്റവും കൂടുതൽ ശക്തിയുള്ള അദ്ദേഹത്തിന്റെ സൈന്യത്തിലുള്ള 3-4 പേരെ വിളിച്ചിട്ട് ഇവരെ കെട്ടി തീച്ചൂളയിൽ ഇടാൻ പറയുന്നു. ഈ തീച്ചൂള സാധാരണ തീച്ചൂളയിൽ നിന്ന് 7 ഇരട്ടി കഠിനമാക്കിക്കൊണ്ട് തീ ഇടാം. ഇവര് എറിയുമ്പോ അവർ കരിഞ്ഞു പോയെന്നാ പറയുന്നത്. കൊണ്ടിടാൻ പോയവർ കരിഞ്ഞു പോയി. അപ്പൊ അതിന്റെ തീച്ചൂളയുടെ ആഴം എത്ര ഉണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നത്. നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയിൽ കിടക്കുന്ന ഇവരെ കണ്ടപ്പോ അദ്ദേഹത്തിന് അത്ഭുതമുണ്ടാകുന്നു. അവരില് 3 പേരെ ഇട്ടു, 4 പേരെ കാണുന്നു. അതിൽ ഒരുവൻ ദൈവപുത്രന്റെ ഛായയോടുകൂടി കാണുന്നു എന്നൊക്കെയാണ് നമുക്ക് വാദിക്കുവാൻ കഴിയുന്നത്. അപ്പൊ നമ്മളോടൊപ്പം, നമ്മൾ അറിയാതെ തന്നെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മളെ വഹിച്ചുകൊണ്ട് നടക്കുന്നവനായ ഒരു ദൈവം എന്നോടും നിന്നോടും നിങ്ങളോടൊപ്പം നടക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ രോഗങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും ഒക്കെ നമ്മളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം നമ്മളോടൊപ്പമുണ്ട്. പക്ഷേ നമുക്കതിനെ തിരിച്ചറിയുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പാപങ്ങൾ ദിവസവും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. ദിവസവും യേശുവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും. പക്ഷെ നമ്മളെ എത്രമാത്രം കരുതുന്നുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവരെ 3 പേരെയും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് അവർ തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയുടെ അടുത്ത് എന്ന് വാതിൽക്കൽ ചെന്ന് വിളിക്കുകയാണ് തിരിച്ചു വരാൻ. വന്നപ്പോൾ ഒരു തീയുടെ മണം പോലും ഏൽക്കുന്നില്ല എന്നാ പറയുന്നത്. ഒരു തീയുടെ മണം പോലും ഏറ്റിട്ടില്ല. ഒരു മുടിനാര് പോലും കരിയാതെ അവര് പുറത്തു വരുന്നു. നമ്മുടെ ദൈവത്തിലേക്ക്, നമ്മുടെ ദൈവത്തെ പീഡിപ്പിക്കുന്നവരെ കഷ്ണം കഷ്ണമായി നുറുക്കിക്കളയുമെന്ന് പറയുവാൻ തക്കവണ്ണം നെബൂഖദ്നേസറിനെ അവരെ മാറ്റുവാൻ കഴിയുന്നു ദൈവത്തിന്റെ ആ വചനങ്ങൾക്ക്, അതിന്റെ ശക്തി കൊണ്ട്. വീണ്ടും അവരെ ബാബേൽ സംസ്ഥാനത്തിന്റെ കാര്യവിചാരകന്മാരായൊക്കെ നിയമിക്കുന്ന നമുക്കൊക്കെ വചനത്തിലൂടെ വായിക്കുവാൻ സാധിക്കും. ഇതിന് സമാനമായ ഒരു വാക്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൈവം എന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. 1 ശമൂവേൽ 17:37. പറയാൻ പറ്റുമോ? ആരോട് പറഞ്ഞു എന്ന് ആർക്കെങ്കിലും പറയാമോ? ദൈവം എന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. ദാവീദ് ഈശായുടെ മകനായ
ദാവീദ് അദ്ദേഹത്തിന്റെ 8 മകളിൽ ഏറ്റവും ഇളയവനായ മകനായിരുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫെലിസ്തീനുമായിട്ട് ശൗൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഏർപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ദാവീദ് നമുക്കറിയാം, ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അദ്ദേഹം ബേത്ലഹേം വരെ പോയി തിരിച്ചു വരുന്ന ദിവസവും അങ്ങനെയാണ് അദ്ദേഹം ആടുകളെ മേയിക്കുന്ന രീതി. അദ്ദേഹത്തിന്റെ 3 ജ്യേഷ്ഠന്മാര് ശൗലിന്റെ സൈന്യത്തിലെ പടയാളികളാണ്. ഒരു ദിവസം ഇശായി വിളിച്ചിട്ട് ദാവീദിനോട് പറയുന്നു, നീ പോയി പടക്കളത്തിൽ പോയി നിന്റെ ചേട്ടന്മാർക്ക് ചില ആഹാര സാധനങ്ങളൊക്കെ കൊടുക്കുവാൻ അദ്ദേഹം നിയോഗിക്കുകയാണ്. രാവിലെ ദാവീദ് വെളുപ്പിനെ തന്റെ ഈ ആടുമാടുകളെയൊക്കെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നേരെ ഈ ശത്രു പാളയത്തിലേക്ക്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന താഴ്വരകൾ, ഈ മലകൾക്കിടയിലുള്ള താഴ്വരയുടെ സമീപത്തേക്ക് ജ്യേഷ്ഠന്മാരെ കാണുവാൻ വേണ്ടി പോവുകയാണ്. അന്നേരമാണ് ഈ ഫെലിസ്തീനായ ഗോലിയാത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം കാണുന്നതിനിടയായി. ദ്വന്ദ്വ യുദ്ധത്തിന് വിളിക്കുന്ന ഒരു സാഹചര്യം. നിങ്ങൾ ഇത്രയും പടയാളികളുമായിട്ട് വേണ്ട, ഒരാളെ പറഞ്ഞുകൂടെ, നമുക്ക് തമ്മിൽ ദ്വന്ദ്വ യുദ്ധം നടത്താം. ഞാൻ തോക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് കീഴ്പ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ തോക്കുകയാണെങ്കിൽ, നിങ്ങളിൽ ആളുകൾ തോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടണം. പക്ഷെ ഇസ്രായേലിന്റെ ജനതയ്ക്ക് ആർക്കും ഭയത്തോടു കൂടി നിൽക്കുകയാണ്. അവർക്കാർക്കും അങ്ങനെ ഒരു ദ്വന്ദ്വ യുദ്ധത്തിലേക്ക് തയ്യാറാകുവാൻ തക്കവണ്ണം ഒരു മനഃശക്തി ഉണ്ടാകുന്നില്ല. ശൗലും ഒക്കെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ശൗല് നേതൃത്വം കൊടുക്കുന്ന സൈന്യമാണല്ലോ. പക്ഷെ അവർക്കാർക്കും ധൈര്യമില്ലാത്ത ഒരു സാഹചര്യത്തില് ദൈവത്തിന്റെ ജനത്തിന്റെ സൈന്യത്തിനെ വെല്ലുവിളിക്കുവാൻ ഇവർ ആര് എന്നുള്ള ചോദ്യം ദാവീദ് അവിടെ ഉന്നയിക്കുന്നു. ദാവീദ് അവിടെ ഈ യുദ്ധത്തിൽ ഇവരെ തോൽപ്പിച്ചാൽ എന്ത് ലഭിക്കും എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നു. ഇത് പക്ഷേ ഈ വാർത്തകളൊക്കെ നേരെ ശൗലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ശൗല് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നു. അപ്പം ശൗല് ഞാൻ അവനെ തോൽപ്പിക്കാമെന്നുള്ള ദാവീദ് പറയുന്നു. ആ സമയത്ത് അദ്ദേഹം ശൗൽ ദാവീദിനോട് പറയുന്നത്, ഈ ബാലനാണ്. ഫെലിസ്തീൻ എന്ന് പറഞ്ഞാൽ ജനിച്ച വർഷങ്ങളായി യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധ തന്ത്രങ്ങളിൽ പരിജ്ഞാനമുള്ളവനാണ്. അവന്റെ അടുത്ത് നീ ബാലനായ നീ ഒരിക്കലും നിനക്കതിന് കഴിയുകയില്ല എന്ന് പറയും. അപ്പോൾ ദാവീദ് ശൗലിനോട് പറയുകയാണ്, ഒരിക്കൽ ആടുമാടുകളെ മേയ്ക്കുവാൻ പോയപ്പോൾ ഒരിക്കലും ഒരു സിംഹം തന്റെ ആടിനെ എടുത്തുകൊണ്ട് പോയി. അപ്പൊ അതിനെ പുറകെ ഓടി അതിൽ നിന്ന് വിടുവിച്ചു. പക്ഷെ സിംഹം അവന് നേരെ തിരിഞ്ഞു, അവനെ കീഴ്പ്പെടുത്തി. അതുപോലെ തന്നെ ഒരു കരടി മറ്റൊരു സന്ദർഭത്തില് ആടുമാടുകളെ ഉപദ്രവിക്കുവാനും തക്കോണം വന്നു. അതിനെ കൊല്ലുവാൻ തക്കോണം ദൈവം ശക്തി നൽകി. ഒരു കരടിയോ സിംഹത്തിനെയോ ഒന്നും കൊല്ലുവാൻ ശക്തിയുള്ളവനല്ലായിരുന്നു നമ്മുടെ ദാവീദ്. വളരെ കൃഷകാപ്തനായ ഒരു മനുഷ്യനായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആ ശക്തി, ദൈവം എന്നെ ഒരു കരടിയെയും സിംഹത്തെയും കൊല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി തന്ന ദൈവം ഈ ഫെലിസ്തീനെ തോൽപ്പിക്കുവാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ആ ശൗലിന് പകർന്നു കൊടുക്കുന്നതാണ്. ശൗല് ഇത് കേട്ട് കഴിഞ്ഞ ശൗല് അദ്ദേഹത്തെ യുദ്ധത്തിന് വേണ്ടി വിടും. നമുക്ക് പിന്നീട് അറിയാം, ഗോലിയാത്തിനെ ഒരു കവണയും കല്ലും വെച്ച് കീഴ്പ്പെടുത്തുന്ന ഗോലിയാത്തിനെ, ദാവീദിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇത് 2 സംഭവങ്ങളിലും ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴം കൃത്യം എത്രമാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദാവീദിന് ദൈവത്തിലുള്ള വിശ്വാസം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ കരുതുന്നവനായ ഒരു ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ തക്കോണം ദാവീദിന് കഴിയും. തന്റെ 100 ഇരട്ടി ശക്തിയുള്ള ആളാണെങ്കിലും ദൈവത്തിന്റെ കരം നമ്മളോടൊപ്പം ഉള്ളപ്പോൾ, ആ വിശ്വാസത്തിലൂന്ന് ജീവിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു വലിയ വാക്കുകളാണ് ലോകത്തിന് വേണ്ടി നൽകുന്നത്. അതുപോലെ തന്നെയാണ് നെബൂഖദ്നേസർ രാജാവിന്റെ മുന്നിൽ നമ്മുടെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും കാഴ്ചവെച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കില്ലാതെ പോകുന്ന ഈ അനുഭവങ്ങളെ, ഈ ആർജവത്വം, ഈ ഇല്ലായ്മയുടെ, ഈ വിശ്വാസ വരൾച്ചയുടെ കാലഘട്ടത്തില് നമുക്ക് നേടിയെടുക്കുവാൻ എത്രമാത്രം കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കൂടിവരവുകളുടെയും നമ്മുടെ പ്രാർത്ഥനകളുടെയും ഒക്കെ നിലനിൽപ്പിന് നിതാന്തമായിട്ടുള്ളത്.
ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതായ വിഷയവും അതാണ്. എത്രമാത്രം നമുക്ക് വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും, എത്രമാത്രം വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് ഇതിനുശേഷവും ഒരു ജീവിതമുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മളിലും മറ്റുള്ളവരിലും എത്രമാത്രം പകർന്നു കൊടുക്കുവാൻ സാധിക്കും. ഈ നശ്വരമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനശ്വരമായ മറ്റൊരു ലോകമുണ്ട് എന്നുള്ളൊരു വിശ്വാസം എന്നിലും നിന്നിലും ഉണ്ടാകുമ്പോൾ, നിങ്ങളിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ, രോഗങ്ങളെ ഒക്കെ തരണം ചെയ്യുവാൻ കഴിയും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയും. അവനെ കൃത്യമായി അഭ്യസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ അവരിലേക്ക് ഇറങ്ങി ചെല്ലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ആയിത്തീരണം. ആ സ്ത്രീക്ക് ഉണ്ടായ മാറ്റം, വചനം കേട്ട് ആ സ്ത്രീക്കുണ്ടായ, ആ ജീവിതത്തിന്റെ തീച്ചൂളയിൽ എരിഞ്ഞടങ്ങിയിരുന്ന ആ സ്ത്രീക്കുണ്ടായ മാറ്റം, അതേ അവരൊക്കെ വചനം ഉള്ളിലേക്ക് സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോ തന്റെ ഭർത്താവിനും ആ ജീവിതത്തിൽ ഒരു സിംഹത്തെ പോലെ ഇരുന്ന ആ മനുഷ്യനുണ്ടായ മാറ്റം എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചില്ല, പക്ഷെ ആ സ്ത്രീയുടെ പ്രാർത്ഥന മൂലം ആ മനുഷ്യന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ വചനം അപ്പോ ജീവിതത്തില് ജീവിത പങ്കാളി ഒരുപക്ഷെ ജീവിതത്തിലെ ദൈവത്തെ കൂടുതലായി അർത്ഥത്തിൽ ആഴത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിലും ഇത് പ്രതിഫലിക്കുമെന്നുള്ളതിന് തെളിവാണത്. തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തോടുകൂടി അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദാനിയേലിന്റെയും ശദ്രക്ക് മേശക്ക് അബേദ്രഹോവിന്റെ ദൈവം നമ്മളെ കരുതുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ ഒരു 8 മിനിറ്റ് വരെ ഇപ്പോഴത്തെ പുതിയ പഠനം അനുസരിച്ച് ഒരു 8 മിനിറ്റിൽ കൂടുതൽ വചനങ്ങളൊന്നും പറഞ്ഞ ആരും ശ്രദ്ധിക്കാറില്ലെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മള് കൂടുതൽ ഇങ്ങനെ വായിൽ വെച്ചിട്ട് അടിച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പോപ്പ് പറഞ്ഞതായിട്ടാ എനിക്ക് തോന്നുന്നു 8 മിനിറ്റിൽ കൂടുതൽ വചന ശുശ്രൂഷ ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും വലിച്ചു നീട്ടുന്നില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. വിശ്വാസത്തോടുകൂടി നമുക്ക് ജീവിതത്തെ കരുപിടിപ്പിക്കുവാന്, നേരിടുവാന് തക്കവണ്ണം കഴിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മളോടും നമ്മുടെ കുടുംബത്തോടും സകല മനുഷ്യരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്ന സെക്രട്ടറിയോടും ട്രസ്റ്റിയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബലഹീനനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.